ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഗ്രാവിറ്റേഷൻ, ലൈറ്റ് എന്നീ രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാവിറ്റേഷൻ ആ വാക്കുകൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ലൈറ്റ് അത് നിങ്ങൾ വളരെ സുപരിചിതമാണ്. അതിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ ആൻസർ എഴുതാം. പക്ഷെ ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം, കൂടുതൽ ഡെപ്തിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ മനോഹരമായിട്ട് പഠിക്കുന്നത് എപ്പോഴും 9ാം ക്ലാസ്സിലാണ്. സോ 9ാം ക്ലാസ്സിൽ നമ്മൾ എത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ NMS എക്സാമിന് എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. സോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് വെയിറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഭാരം കണ്ടുപിടിക്കാൻ ചോദിക്കാം. നമുക്ക് 1 കിലോ പഞ്ചസാരയുണ്ട്, അതിൻ്റെ ഭാരം എത്ര? സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിച്ചത് 1 കിലോ അല്ലേ. 1 കിലോ പഞ്ചസാര, 2 കിലോ അരി എന്നൊക്കെ പറഞ്ഞാൽ അത് അതിൻ്റെ വെയിറ്റ് തന്നെയല്ലേ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ കിലോഗ്രാമിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. കിലോഗ്രാം എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? മാസിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ 1 കിലോഗ്രാം പഞ്ചസാരയുടെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എത്ര എന്നതിൽ തന്നെ കിടക്കുന്നുണ്ട് ഈ മാസും വെയിറ്റും രണ്ടും രണ്ടാണെന്ന്. നമ്മളൊക്കെ വിചാരിച്ചത് സെയിം ആണെന്നല്ലേ? അല്ലടാ, അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. സോ എങ്ങനെയാണ് പിന്നെ വെയിറ്റ് കണ്ടുപിടിക്കുക? മനസ്സിലാക്കി വെച്ചോ. W = mg. എന്താണ് m×g? ഈ m എന്ന് പറഞ്ഞാൽ മാസ് ആണ് ഉദ്ദേശിച്ചത്. അതായത് ഇവിടെ ഈ കിലോഗ്രാമിൻ്റെ കൂടെയുള്ള ആളാണ് മാസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ 1 അല്ലേ, 1 ആണ്. ഇനി ജീനെ കുറിച്ച് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ എർത്തിൻ്റെ ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറയാം, ഭൂഗുരുത്വത്വരണം എന്നൊക്കെ പറയും. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ വലിയ വലിയ പേരുകൾ പഠിക്കുന്നതിന് പകരം ജീൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. അത് 9.8 ആണ്. എത്രയാണ്? 9.8 മറന്നു പോകരുത് കേട്ടോ. സോ W അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി അല്ലെ, m×g. ഇവിടെ m എന്ന് പറയുമ്പോൾ നമുക്ക് 1 ആണ്. സോ 1 × 9.8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9.8 എന്ന് കിട്ടും അല്ലേ. ഇനി ഇവിടെ നിങ്ങൾ നോക്കണം, ഇതെന്താണ്? ന്യൂട്ടൺ എന്തൊക്കെ ഉണ്ടല്ലേ. 9.8 എന്താണ്? ന്യൂട്ടൺ തന്നെയാണ്, കറക്റ്റാണ്, ന്യൂട്ടൺ ആണ് കേട്ടോ. ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. ആ സെയിം യൂണിറ്റ് ആണ് ആർക്കും ഉള്ളത്, വെയിറ്റിനും ഉള്ളത്. മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്കിത് 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. ഇതിൽ ഏതാ നമ്മൾ ക്ലിക്ക് ചെയ്യുക? ഒരു സംശയം വേണ്ട, ന്യൂട്ടൺ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. സയൻറ്റിസ്റ്റിൻ്റെ പേരായതുകൊണ്ട് തന്നെ സിമ്പിൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുക. സോ ഹിയർ ഓപ്ഷൻ എ ഈസ് എ റൈറ്റ് ആൻസർ. ഒരിക്കലും നിങ്ങൾ മാറിപ്പോവാനോ മറന്നു പോകാനോ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാവിറ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെയിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റ് ഇസ് കോൾഡ്. എന്താണെടാ? പ്രകാശത്തെ കുറിച്ചിട്ടുള്ള ഭൗതിക ശാസ്ത്ര പഠനശാഖ. എൻ്റെ മോനെ, ഫിസിക്സിൽ ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ പറയുന്ന പേരാണോ ചോദിക്കുന്നത്? അത് ഈസ് ഒപ്റ്റിക്സ് ആണ് കേട്ടോ. എന്താണ്? ഒപ്റ്റിക്സ് ആണ്. മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രകാശം ഈ ശൂന്യത, നമ്മൾ സ്പേസിലൊക്കെ വരുന്ന സമയത്ത് അല്ലെ, പ്രകാശം അവിടെ എന്താണ്? അവിടെ മീഡിയം എന്ന് പറഞ്ഞാൽ ശൂന്യമാണ് അല്ലെ, അവിടെ വായു ഒന്നുമില്ല, വളരെ ശൂന്യമായിട്ട് കിടക്കുക. അവിടെ വരുന്ന സമയത്ത് ആ ലൈറ്റിന് ഉണ്ടാകുന്ന സ്പീഡാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. എത്രയാണെന്നറിയോ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. എൻ്റെ മോൻ, ഒരു സെക്കൻഡിൽ 3 × 10⁸ മീറ്റർ. അതായത് 3 ന് 1 2 3 4 5 6 7 8 0. എൻ്റെ മോനെ, ഇത്രയും മീറ്റർ എവിടെ ഒരു സെക്കൻഡിൽ? നമുക്കൊരു സെക്കൻഡ് കൊണ്ട് 1 മീറ്റർ പോലും നടക്കാനാവില്ല. പക്ഷെ അപ്പം നിങ്ങൾ പ്രകാശത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കണ്ണ് തുറക്കുമ്പോഴേക്കും എത്തേണ്ടടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ. ഒരു സെക്കൻഡിൽ അതാ ഇത്രയും മീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദി കളർ ഹാവിങ് ഹയസ്റ്റ് വേവ് ലെങ്ത്. നമുക്ക് 4 കളേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് കളറിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടാവണം. നമ്മളെ മഴവില്ലിലെ കളേഴ്സില്ലേ, വിബ്ജിയോർ, അതിനങ്ങോട്ട് എടുക്കുക നമ്മൾ അല്ലേ. വിബ്ജിയോർ ഉണ്ടല്ലോ, വിബ്ജിയോർ. ഈ വിബ്ജിയോറിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങോട്ട് പോകും തോറും, അതായത് റെഡിലേക്ക് പോകും തോറും
വേവ് ലെങ്ത് കൂടി 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 വരും. വേവ് ലെങ്ത്തിന്റെ മലയാളം തരംഗദൈർഘ്യം. വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ എവിടുക്കാ ചോദിച്ചാൽ റെഡിനാണ്. അപ്പൊ ഏറ്റവും കുറവായിരിക്കും വയലറ്റിനാണ്. അല്ല, ഇങ്ങോട്ട് പോകുന്ന വേവ് ലെങ്ത് കൂടി 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 വരും. ഇനി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയെ കുറിച്ച്. ആവൃത്തിയുടെ ഓർഡർ എന്താണെന്നൊക്കെ ചോദിക്കും. നമ്മൾ എന്താ ചെയ്യുക? കൺഫ്യൂഷൻ ആവരുത്. കാരണം ഈ വേവ് ലെങ്ത്തിന്റെ ഓപ്പോസിറ്റ് ഇതിങ്ങോട്ട് കൂടുകയാണെങ്കിൽ മറ്റേയാൾ ഇങ്ങോട്ടാകാരം കൂടുന്നത്. അതായത് വയലറ്റിന് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആവൃത്തി. ആർക്ക് ഏറ്റവും കൂടുതൽ ആവൃത്തി? വയലറ്റിന്. അപ്പൊ ആർക്ക് ഏറ്റവും കുറവ് ആവൃത്തി? റെഡിന്. അപ്പൊ ആർക്ക് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്? ആർക്ക്? റെഡിന്. അപ്പൊ ആർക്ക് ഏറ്റവും കുറവ് വേവ് ലെങ്ത്? അതാർക്ക്? വയലറ്റിന്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഞാനിതാ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. മനസ്സിലാക്കി വെച്ചോ മക്കളെ. വേവ് ലെങ്ത് അല്ലെ, വേവ് ലെങ്ത് അല്ലെങ്കിൽ മലയാളമാണ് തരംഗദൈർഘ്യം. തരംഗദൈർഘ്യം വിബ്ജിയോറില് ഇങ്ങോട്ട് പോകുന്തോറും കൂടും, അങ്ങോട്ട് പോകുന്തോറും കൂടി 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 വരും. ഇനി എന്താണ് വേണ്ടത്? ഫ്രീക്വൻസി അല്ലെ, ഫ്രീക്വൻസി. അതിന്റെ മലയാളം എന്താ അറിയല്ലോ? ആവൃത്തി. ആവൃത്തിന്റെ കേസ് വിബ്ജിയോറില് ഇങ്ങോട്ടാണ് കൂടി കൂടി വരിക. ഏറ്റവും കൂടുതൽ വയലറ്റിനാണ് ആവൃത്തി ഉള്ളത്. ഏറ്റവും കൂടുതൽ വയലറ്റിനാണ്. ഇനി ഇതിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്ററിലാണ് നമ്മൾ പറയാറ് കേട്ടോ. ആൻഡ് ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. HZ ആണ് ഉപയോഗിക്കുക. എന്താണ്? HZ. ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആൻഡ് ദിസ് ഈസ് ദി ഓർഡർ. സോ തിരിച്ചു മറിച്ചൊക്കെ നിങ്ങളോട് ചോദിക്കും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആർക്കാ ചോദിച്ചാൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് അല്ലെ, വേവ് ലെങ്ത്തിന്റെ ഓർഡർ ഇവിടുന്ന് കൂടി കൂടി കൂടി. അപ്പൊ ഏറ്റവും ഷോർട്ട് ആർക്കാണ്? വയലറ്റിന്. ഹയസ്റ്റ് വേവ് ലെങ്ത്, ഹയസ്റ്റ് തരംഗദൈർഘ്യം ആർക്കാണ്? റെഡിനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആവൃത്തി ആർക്കാ ചോദിച്ചാൽ നമുക്കറിയാം അത് വയലറ്റിനാണ്. ഏറ്റവും കുറവാർക്കാ? റെഡിന്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. സോ വായിച്ചു നോക്കണം. The color having highest wavelength, തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ് ഇതില്? പച്ച, നീല, ചുവപ്പ്, വയലറ്റ്. തരംഗദൈർഘ്യം കൂടുതൽ അല്ലെ, എന്താണ്? വേവ് ലെങ്ത് കൂടുതൽ. വേവ് ലെങ്ത് കൂടുതൽ ആർക്കാണ്? റെഡിനാണ് അല്ലെ. എന്തിനാണ്? റെഡിനാണ്. അക്കാര്യം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നില്ല. ഈ ഒരു ചോദ്യത്തിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യണം. അത് മാത്രമല്ല, എനോംസ് എക്സാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും ദിവസം എങ്ങനെയാണെന്നുള്ളതൊന്നും നമ്മളെ വിഷയമല്ല. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മനോഹരമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് എക്സാമിന്, നമ്മുടെ എൻഒംസ് എക്സാമിന് വേണ്ടി മാത്രമല്ല നിങ്ങളെ സഹായിക്കുക. വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിനും കൂടെ നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് നല്ല മാർക്ക് വേണ്ടേ? അപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അതെ, ഒന്ന് പഠിച്ചാൽ രണ്ടുണ്ട് ഗുണം. എൻഒംസ് എക്സാം സ്കോളർഷിപ്പും കിട്ടും, ക്രിസ്മസ് എക്സാം നല്ല മാർക്കും കിട്ടും. എൻ്റെ മോനങ്ങളൊക്കെ ഒരു ഭാഗ്യം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. The colors in visible light in the ascending order. അപ്പം മലയാളം മീഡിയം കുട്ടികളുണ്ട് എന്നല്ലേ. ഇതാണ് ആരോഹണക്രമം, കൂടുന്ന ക്രമമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്തിൻ്റെ കൂടുന്ന ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്? വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ മലയാളമാണ് തരംഗദൈർഘ്യം. എന്താണ്? തരംഗദൈർഘ്യം. അപ്പൊ തരംഗദൈർഘ്യത്തിന്റെ ഓർഡർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? വിബ്ജിയോർ ആണോ, അതോ യോർ വിബ്ജി ആണോ, റോയ് വിബ്ജി ആണോ, വിബ്ജി എന്തൊക്കെയാ, ജിബ്രോ അങ്ങനെയൊക്കെ ആണോ എന്ന് എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾക്ക് എൻഒംസ് എക്സാം ഇപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പോൾ സാറ്റ് ഫിസിക്സിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഡൗട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ടോപ്പിക് ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.